നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവർ നമ്മളുടെ വീടുകളിലുണ്ടാകും. അങ്ങനെയുള്ളവരുടെ അപേക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ അപ്രൂവ് ആകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് നടക്കുന്നത്. വളരെ വൈകാതെ തന്നെ ഇത് അപ്രൂവ് ആവുകയും നമുക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളായിരിക്കണം നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുകയും കൃത്യമായിട്ട് അതിലുള്ള ചോദ്യാവലികൾക്ക് മറുപടി നൽകുകയും ചെയ്തിരിക്കണം. ഏതെങ്കിലും രേഖകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആപ്ലിക്കേഷൻ വീണ്ടും നമ്മളുടെ ഭാഗത്തേക്ക് തന്നെ, അതായത് ഫോർവേഡായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ക്രമീകരണമാണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും തന്നെ അപ്രൂവൽ ലഭിക്കണമെന്നുമില്ല. അതായത് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരുണ്ടെങ്കിൽ ആധാറൊക്കെ വെച്ച് നമ്മളെ ഒത്തുനോക്കും, വിവരങ്ങൾ ഒത്തുനോക്കും. മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടേ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. അല്ലാത്ത എല്ലാവർക്കും തന്നെ ആനുകൂല്യങ്ങളുണ്ട്. 1, 2 അല്ല 30 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 1000 രൂപ വീതം പ്രതിമാസം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപേക്ഷ വെച്ച അർഹതയുള്ള എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് നിയമമുള്ളത്. എന്നാൽ അത് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായം, PM കിസാൻ്റെ ധനസഹായ പദ്ധതി, അപ്പോൾ അങ്ങനെ ആനുകൂല്യം വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയതായിട്ട് നിലവിൽ ആ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൃത്യമായിട്ട് ഓൺലൈൻ അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അപേക്ഷകളിൽ അവസാന തീയതി ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് സുഗമമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം. അതുമാത്രമല്ല, പുതുതായിട്ട് പ്രായപരിധി എത്തുന്ന ഗുണഭോക്താക്കൾക്ക് ചേരാനുള്ള അവസരവും അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ വർഷങ്ങളിലും ഈ പദ്ധതിയിൽ ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ഗുണഭോക്താക്കളുടെ ഇതുപോലെ തന്നെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും. ഈ വർഷം ആദ്യമായിട്ട് അപേക്ഷ വെക്കുന്നതിനോട് അത്തരം സംവിധാനങ്ങളില്ല. അടുത്ത വർഷം മുതൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് മസ്റ്ററിംഗ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതുമായിരിക്കും. നിലവിൽ ഫെബ്രുവരി മാസം മുതലായിരിക്കും ധനസഹായം ലഭിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണങ്ങൾക്ക് അടുത്തയാഴ്ച തുടക്കം കുറിക്കും. സംസ്ഥാനം കാത്തിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റ് അതും ഈ അടുത്തയാഴ്ചയാണ് നടക്കാനിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രിയ ബഡ്ജറ്റായിരിക്കും ഇതുമെന്നാണ് ധനവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് ഒരുപാട് മറ്റ് നേട്ടങ്ങളും സമ്മാനിക്കുന്ന രീതിയിലായിരിക്കും ബഡ്ജറ്റ് ഉണ്ടാവുക. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാലയളവിലെ അവസാന ബഡ്ജറ്റ് കൂടിയായിരിക്കും ഇത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കുടുംബശ്രീയിൽ അംഗത്വമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈടില്ലാതെ 1,30,000 രൂപ വീതം വായ്പ നൽകുന്ന പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പട്ടികവർഗ പട്ടികജാതി വികസന ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കുടുംബശ്രീയുമായിട്ട് സഹകരിച്ചായിരിക്കും ഈ പ്രത്യേക വായ്പ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ധനസഹായം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതുമായിരിക്കും. വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.